ഗൈസ് അപ്പം നമുക്ക് വഴി തെറ്റിയിട്ടുണ്ട്. നമ്മൾ നടന്ന് തമിഴ്നാട്ടിലെത്തി. അവിടെ തമിഴൊക്കെ എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് ആ മലയിലോട്ടായിരുന്നു പോകേണ്ടത്. ഇവിടെ ഒരു മനുഷ്യരില്ല ഗൈസ്. നമ്മൾ വേറെ ഏതോ സ്ഥലത്തെത്തി. നമ്മൾ ഒരാളെ കണ്ട് അവിടെ നിർത്തി ചോദിര്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ കൊല്ലത്തിന്റെ സ്വന്തം മൂന്നാറിലാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. മഴ ഇപ്പോഴും വേണം. ഗൈസ് അപ്പം എനിക്കറിയാം, ഞാൻ 2 വീക്സോളം ഞാൻ കുറെ ഗ്യാപ്പ് എടുത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുക. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഒരു മാസം തന്നെ അടുപ്പിച്ചാണ് എക്സാം നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് കേരള യൂണിവേഴ്സിറ്റിക്ക് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫ്ലഡും കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾ എക്സാമും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റി വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതിനകത്തോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ബ്ലോക്ക് ചെയ്യും എന്നാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി എന്നാണ് അവരുടെ ഒരു ഇത്. അപ്പോൾ താങ്ക് യു യൂണിവേഴ്സിറ്റി. അപ്പം ഗൈസ്, അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻട്രോ ഓൾറെഡി കണ്ടു കാണും. നമ്മൾ ഇന്ന് അമ്പനാട് പോവാണ്. എൻ്റെ കൂടെ ഉള്ളത് രാഹുൽ ജി. എങ്ങനെയുണ്ട് എൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? അജിനിയാ പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പെയ്ഡ് പ്രൊമോഷൻ ഉണ്ടെങ്കിൽ ഇവന് പൈസ കൊടുക്കുക, ഇവ ഉറപ്പായിട്ട് പറയുന്നതായിരിക്കും അല്ലേ? ഞാൻ ഒരു 100 അയച്ചതാ. നീ എന്നെ കുറിച്ചൊന്ന് പറ. ഒരു സുന്ദരന്, നല്ല സ്വഭാവം. എടാ എന്റെ ബ്ലോഗിനെ കുറിച്ച് പറയണോ? ഇതിനെ കുറിച്ച് നല്ല താങ്ക് യു. മഴ കണ്ടാ? ഫുള്ള് മഴയാണ് കേട്ടാ. എന്തായാലും ഇന്ന് ഫുള്ള് നനയാനുള്ള. അപ്പം ഇതൊക്കെ അതിന്റെ ഒരു തുടക്കം മാത്രം. MD-യിലാണെന്ന് പോകുന്നത്. അപ്പം ഞാൻ ഇനി നേരെ അജിനാണ് അടുത്തോട്ട് പോവാ. അവിടുന്ന് നമ്മുടെ നിഖിലും ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം അവിടെ ചെന്നിട്ട് കാണാം. അപ്പം നമ്മള് അജിനന്റെ വീട്ടിൽ എത്തി. ഫുള്ള് നനഞ്ഞ കേട്ടാ, വരുന്ന വഴിക്ക് ഫുള്ള് നനഞ്ഞ്. ഞാനും രാഹുലും ഫുള്ള് നനഞ്ഞ്. എന്തിനാ നീ എന്തി? ആ ഓക്കെ, അവിടെ വെച്ച് കാണാം ഗൈസ്. അതെ ഗൈസ്. അപ്പം പകുതി എത്തിയപ്പോഴത്തേന് ഫുള്ള് നനഞ്ഞ് നമ്മൾ റെയിൻകോട്ട് ഇടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും കഴിക്കാൻ കയറിയാലോ? ഗൈസ്, അപ്പൊ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ കയറി. അപ്പൊ കഴിക്കാൻ പോകുമ്പോ കാണാം ഗൈസ്. അപ്പം നമ്മള് ഊണ് കഴിക്കാൻ വന്നിട്ടുണ്ട്. എന്തൊരു കിട്ടിയില്ലെന്ന്? പരിപ്പ് കിട്ടിയില്ലല്ലേ? ഗൈസ്, അപ്പം നമ്മള് കഴിച്ചിട്ട് കാണാം. ബൈ ഗൈസ്. നമ്മൾ ഇവിടുന്ന് കുറച്ച് ഉപ്പ് മോഷ്ടിക്കുക. സോറി കടക്കാരെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ റേഞ്ചിൽ കയറുമല്ലേ. അപ്പം അട്ടയം കാണാൻ വന്ന് കടിച്ചാലോ അത് കടിച്ചിട്ട് അവിടെ കുറച്ച് ഉപ്പ് എടുക്കുക. കുറച്ചിട്ട് ആ പൊതി ഇപ്പം കഴിച്ച് നമ്മുടെ വയറെല്ലാം നിറഞ്ഞ്. ഇനി നമ്മൾ പോണോണ്ടാ? നമുക്ക് വീട്ടിലെ കാണാൻ പോയാലോ? എനിക്ക് വയ്യ. അപ്പൊ ഗൈസ്, നമ്മളിപ്പം ഇനി സ്ട്രേറ്റ് യാത്ര ആയിരിക്കും അല്ലേ? അപ്പം യാത്ര വെച്ച് കാണാം. ടാറ്റാ. ഗൈസ്, അപ്പോ നമ്മള് ഹൈ റേഞ്ച് കയറി ഇവിടെ കയറിക്കൊണ്ടിരിക്കുക. ഓരോരോ ചുറ്റും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. നമ്മുടെ അവിടെ അടുത്തത് ഇവിടുന്ന് ഒറ്റ വഴിയാണ് ഈ അങ്ങോട്ട് കേട്ടോ. അപ്പം ഗൈസ്, അപ്പം ഇനിയും കൂടെ കുറച്ചുകൂടെ മുന്നോട്ട് നിന്നിട്ട് കാണാവേ. She moves like a map with no borders, a whisper caught in the wind. I see her boots. ഗൈസ്, അപ്പം നമ്മൾ ഇതിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പം ഇവിടുന്ന് പെർ പേഴ്സൺ 100 വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. മജിനോണിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇവിടെയാണ് അമ്പനാട് ഹിൽസിൻ്റെ ചെക്ക് പോസ്റ്റ് ഉള്ളത്.
ഓക്കെ കൂപ്പൺ നമ്മുടെ കൂപ്പൺ. ഓക്കെ ചായക്കടയൊക്കെ ഉണ്ട്, ചായ കുടിച്ചിട്ടാണ്. ഓക്കെ ചായക്ക് ഫ്രീ ആണോ? ഗൈസ്, അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടം വരെ വണ്ടി പോകത്തുള്ളൂ, ബാക്കി നമ്മൾ നടന്നു വേണം അങ്ങോട്ട് പോകാൻ. അപ്പം വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നിഖിൽ ഇവിടെ ഉണ്ട്, അവിടെ അജിനെണ്ണ അവിടെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് നടക്കാമല്ലേ നിഖിലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ വഴിയാണ് നമ്മൾ മേളിൽ കയറാൻ. പക്ഷെ അവിടുത്തെ ആ കടയിലെ മാമൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും ഇല്ലെന്ന്. വർക്കലയില്ല അളി, നമ്മൾ ഇത്ര ദൂരൊക്കെയാണ് കണ്ടി. ഇതൊക്കെ ആ വ്യൂ ഒക്കെ കണ്ടോ ഗൈസ്? അപ്പം നമ്മള് നടന്നു വഴിക്ക് ഹിഡൻ പ്ലേസ്. അണ്ണാ നമ്മളെ അച്ഛനാ നമ്മുടെ ഹിഡൻ പ്ലേസ് കണ്ടെണ്ണ. ഗൈസ്, ഞങ്ങള് നീരറവ കണ്ടു. അട്ടാണ്ട അട്ട ഗൈസ്. എന്തായാലും നമ്മൾ ഉപ്പുവെള്ളം എടുത്ത കാര്യമായി. കേട്ടാ, ഇതേപോലെ നാറികള് കടിക്കും നമ്മളെന്തായാലും ഉപ്പ് അവിടെ ഗൈസ്. അപ്പൊ നമ്മളെ ജസ്റ്റ് മിസ്സിനാണ് നമ്മൾ അട്ട കടിക്കാതെ രക്ഷപ്പെട്ടത്. നമുക്കിനി മുന്നോട്ട് നടക്കാം. എന്റെ വീട്ടിലൊക്കെ പത്രം ഇടാൻ വരുന്ന മാമന്റെ കണക്കിരിക്കുന്നത്. രാഹുലിനെ ഉപ്പ് നമ്മൾ ഉപ്പ് ഉപയോഗിച്ചു. ഉപ്പിട് എന്തി ഉപ്പിട്. ആ ചത്തേ. അയ്യോ അണ്ണാ, ഉപ്പിടണ്ണ. ഉപ്പ് തീർന്നാ എന്തോ ഇത് മൊത്തം അട്ട. ദൈവമേ, അണ്ണ ഉപ്പിടണ. ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടം വരെ വന്നപ്പോഴത്തേന് വഴി തെറ്റി. ഇനി നേരെ താഴോട്ടുള്ള വഴിയും. നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്, നേരെ താഴോട്ട് പോവാ ഗൈസ്. അപ്പം നമുക്ക് വഴി തെറ്റിയിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ്ലി. ഇതെവിടാന്നറിയാൻ വയ്യ. നമ്മൾ നടന്നിട്ട് എത്തുന്നില്ല. അതെ. നമുക്ക് ഇതിലേക്കൂടെ റൂട്ടുണ്ട്, നമ്മൾ അതിലേക്കൂടെ പോയി നോക്കാം. ആദ്യമേ അവിടെ കടയിലുള്ള ആൾക്കാർ പറഞ്ഞത് ഇതിലേക്കൂടെ വണ്ടിയൊന്നും പോകത്തില്ലെന്നാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് വണ്ടി അവിടെ വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പോയി നോക്കുക. നമുക്ക് നെറ്റ് കിട്ടുന്നില്ല, റേഞ്ച് ഒന്നും ഇല്ല. അപ്പം ഇരുട്ടി വന്നോണ്ടിരിക്കുക. നമ്മള് കയ്യിൽ നിന്ന് പോയെണ്ണ ആനപ്പിണ്ടം. അപ്പൊ നമുക്ക് ഗൈസ് വഴി തെറ്റിയിട്ടുണ്ട്. അതെ, തിരിച്ചു പോകുന്ന വഴി അറിയാം, പക്ഷെ നമുക്കത് കറക്റ്റ് വേ ആണോ അത്? അതെ കൊറേ നടക്കാനുണ്ട്. അയ്യോ, അപ്പം നമ്മള് കുറച്ചുകൂടെ മുന്നോട്ട് നിന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മൾ വേറെ ഏതോ സ്ഥലത്തെത്തി. സോ മെനി ബിൽഡിംഗ്. അതെ, എത്ര 1985 ആരോ പണിയതാണ്. 100 വോൾട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലടാ, ബിൽഡിങ് കണ്ടോ? ആൻഡ് എ പോണ്ട് ദേർ. വാവ്, എ പോണ്ട് ആൻഡ് റെയിൻ. അണ്ണാ, നമ്മള് വഴി തെറ്റിയോണ്ട് നമ്മൾ ഇനി ഇവിടെ ജീവിക്കുവോ? ഒന്ന് ആലോചിക്ക, നമ്മള് മൂപ്പനൊക്കെ ആവുന്നേ. പഴവർഗ്ഗങ്ങളൊക്കെ തിന്ന് ജീവിക്കും. പക്ഷെ കൊള്ളാല്ലേ, ഇവിടെ എല്ലാം കൊള്ളാം. നമുക്ക് വഴി തെറ്റിയതിനെ കുറിച്ച് എന്താ പറയാനുള്ളേ? നമ്മൾ ഇതുകൊണ്ടൊന്നും നിർത്തത്തില്ല. അതെ ഗൈസ്, നമുക്ക് ആ മലയിലോട്ടായിരുന്നു പോകേണ്ടത്. നമുക്ക് കുറച്ചു നേരം പറഞ്ഞത് നമുക്ക് ആ മലയിൽ പോണോന്നാ. പക്ഷെ ഇതായിരുന്നു ഒറിജിനൽ മല. അപ്പൊ നമ്മള് അമ്പനാട് എത്തി. ഇതാണ് അമ്പനാട്.
അതെയാ മുരുകന്റെ അമ്പലം ഗൈസ്. ഇവിടെ ഒരു മുരുകന്റെ അമ്പലം ഉണ്ട്. ഇത് അമ്പനാട് മുരുകനാന്ന് തോന്നുന്നു. നമ്മൾ വഴി തെറ്റിയണ്ണ. ഇവിടെ ഒരു മനുഷ്യനില്ല. ആരുടെങ്കിലും ഒന്ന് ചോദിക്കാൻ വേണ്ടി ഒരു മനുഷ്യനില്ല ഇവിടെ. കുറെ മലയും കണ്ട് ഇതുപോലെ കുറെ വീടും. അയ്യോ, വീട്ടിലെങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. പെട്ടെന്നുള്ള ഐഡിയ ആയിരുന്നു. രാവിലെ ഒന്ന് എണ്ണീറ്റ് എന്തുകൊണ്ട് അമ്പനാട് പോക്കൂടാ എന്നുള്ളൊരു തോട്ടായിരുന്നു. ഗൈസ് നമ്മൾ ഒരാളെ കണ്ട് എടാ നിർത്തി ചോര് അതിങ്ങനല്ലായിരുന്നോ? ഓ, അവിടെ വരെ ഉള്ളോ? ഓ, ആ ഒരു വളവ് കാണാം. നേരെ പോകും. അതിനകത്ത് ഒരു കുരുത്തുണ്ട്. അത് കയറിയാൽ നേരെ ആ റൂം ഉണ്ടല്ലോ, അവിടെ വരെ ഉള്ളൂ. നമ്മളിങ്ങനെ നടന്നിഞ്ഞ് പോയിരുന്നു. അപ്പോ ഓക്കെ ഗൈസ്, അപ്പം ആസ് പെർ ഇവിടുത്തെ ആൾക്കാരുടെ സംസാര പ്രകാരം നമ്മള് ഫസ്റ്റ് കണ്ടില്ലേ, നമ്മുടെ ബൈക്ക് വെച്ചേക്കുന്നില്ലേ, അവിടം വരെ അമ്പനാടുള്ളൂ. അതെ, നമ്മള് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ആണെന്നാണ് ഇവര് പറഞ്ഞത്. അതെ, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. സോ നമുക്ക് ഇങ്ങോട്ട് വരെ ഇല്ല. അപ്പം നമ്മള് പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്തില്ലേ? അതെ, നമ്മള് പുതിയൊരു സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഗൈസ്. അപ്പം നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടം വരെ വരാവും. ഇങ്ങോട്ടൊന്നും ഇല്ല സത്യത്തില്. ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടം വരെ വരാവൂ ഗൈസ്. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലോസ്റ്റ് ആയി പോകും. പക്ഷേ കൊള്ളാം, അടിപൊളി സ്ഥലമാണ് ഇവിടെയൊക്കെ. എന്തി ഹായ് ബ്രോ, വാട്ട്സ് അപ്പ് ബ്രോ? നമ്മളൊരു പ്രത്യേക ജീവിയെ കണ്ട് മഞ്ഞപ്പിത്ത് വന്നു ഗൈസ്. അപ്പോൾ നമ്മള് തിരിച്ച് നമ്മുടെ വണ്ടി എടുത്തെത്തി. നമ്മുടെ വണ്ടിയും നമ്മുടെ ഹെൽമെറ്റ് കൊടുത്തേക്കുന്ന കടയിൽ നമ്മൾ തിരിച്ചെത്തി. അയ്യോ, ഞാൻ വെച്ച് തിരിച്ചെത്തില്ലായിരിക്കും. ഓ, കുറെ നടന്നില്ലേ നമ്മള്? കുറെ നടന്ന് എന്നിട്ട് തണുക്കുന്നു. ഊട്ടി വന്നൊരു ഫീൽ ഉണ്ട്. ഊട്ടി പോയിട്ടില്ല. അണ്ണൻ പോയിട്ടുണ്ടോ? ഗൈസ്, നമ്മുടെ വണ്ടി എടുത്തെത്തി. ഇനി നമുക്ക് ഇതിന്റെ മണ്ടേ കയറാം. എന്റെ മോനെ, ഏതാ? അപ്പം നമുക്ക് ഇവിടെ ആയിരുന്നു സത്യത്തിൽ വരാനുള്ളത്. നമ്മൾ ആദ്യമേ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഫോറസ്റ്റിന്റെ അങ്ങോട്ട് പോയത്. സത്യം പറഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പനാടിന്റെ ഫോറസ്റ്റ് ആയിരുന്നു. നമ്മൾ ഒരിക്കലും കേറാൻ പാടില്ല. അണ്ണൻ കയറാണ്. അവിടെ എത്ര നേരം ഇതാണ് അമ്പനാടിന്റെ വ്യൂ പോയിന്റ്. സ്കൂൾ ഗൈസ്. യെസ്. എടാ, ജേണി എങ്ങനെ ഉണ്ടായിരുന്നു മാൻ? വന്യമൃഗങ്ങളൊന്നും പിടിക്കാൻ രക്ഷപ്പെട്ടത് നിനക്ക് ഇഷ്ടപ്പെട്ടാ? അയ്യോ, ഏതല്ലേ വ്യൂ? ഞങ്ങൾ അടുത്തോട്ട് ഇവിടെ തന്നെ വരുന്നതായിരിക്കും. എന്തോ തിര് അപ്പോൾ ഗൈസ്, ഈ വ്ളോഗ് അത്രേ ഉള്ളൂ. നമ്മള് കുഴഞ്ഞ് കുറെ നടന്ന് വേണ്ടേ അവന്മാരിവിടെ ഉണ്ട്. ഹായ് പറ. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെ, നമ്മള് വേറെ യൂട്യൂബില് വേറെ ഒന്നും കാണാതെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ നമുക്ക് കുറെ ഇങ്ങനെ പോകാനുണ്ട്. നമുക്ക് തിരിച്ച് കുറെ ഡ്രൈവ് ചെയ്ത് പോകാനുണ്ട്. നമുക്ക് ഇനിയും എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് ഭയങ്കര ലെങ്ത് കൂടും. അതെ, നമ്മളപ്പം അതെ നമുക്കൊരു ലാഗ് ആവും, സ്പേസ് കൂടും. ഇല്ലേ അണ്ണാ?
നമ്മുടെ അഡ്വഞ്ചർ എങ്ങനെ ഉണ്ടായിരുന്നു അണ്ണാ? എങ്ങനെ ഉണ്ടായിരുന്നു അണ്ണൻ പറ. അണ്ണന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു അനുഭവമായിരുന്നു. എന്നിട്ട് ഒരിക്കലും മറക്കില്ല. എന്തുകൂടാ പിന്നെ അവന്റെ അട്ട എങ്ങനെ ഉണ്ടായിരുന്നു? നിഖിൽ ആൻഡ് രാഹുൽ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പറഞ്ഞതിൽ നമ്മൾ 100% യോജിക്കുന്നു. അതെ അതെ ഞാനും. അപ്പൊ നിങ്ങൾക്കൊന്നും പറയാനില്ല? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടൈമാണ്. ആ, വരാൻ താല്പര്യമുള്ളവർ ഈ വ്ലോഗ് കണ്ടിട്ട് വരണം. അതെ അതെ, അബദ്ധങ്ങൾ ചാടാൻ പാടില്ല. അപ്പം ഈ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ ബൈ ബൈ. ബൈ പറ. ബൈ.